ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. NDSC സാറ്റ് പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അതിൽ 13 മുതൽ 14 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നാണ്. ആ ബയോളജിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്നുള്ള പാഠം. ഈ പാഠഭാഗത്ത് നിന്ന് 1 മുതൽ 2 വരെയുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 6 വർഷത്തെ ചോദ്യപേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ ക്ലാസ്സുകളും അതോടൊപ്പമുള്ള നോട്ട്സുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. NDSC 2018 ചോദിച്ച ഒരു ചോദ്യമാണിത്. ദ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ മെനിഞ്ചസ് ഈസ്. മെനിഞ്ചസിലെ പാളികളുടെ എണ്ണം. മെനിഞ്ചസിലെ പാളികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് 3 പാളികളാണുള്ളത്. ആ 3 പാളികൾ മെനിഞ്ചസിൻ്റെ പ്രത്യേകതകളും, അതായത് പ്രധാനമായും തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി സ്കൾ. അതായത് തലയോടിനുള്ളിലാണ് പ്രധാനമായും നമ്മുടെ മസ്തിഷ്കം, ബ്രെയിന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നല്ല കട്ടികൂടിയ ആവരണമാണ് തലയോട് എന്ന് പറയുന്നത്. ഇനി അത് ഒരു ചോദ്യമായിട്ട് വരാം. അതിൻ്റെ തന്നെ രണ്ടാമത്തെ, ഈ മസ്തിഷ്കത്തെ, ഈ ബ്രെയിനിനെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. മെനിഞ്ചസിന് എത്ര സ്തരപാളികളുണ്ട് എന്നുള്ളതായിരുന്നു. ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് ഉണ്ട്. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ് എ 3 ലെയർഡ് മെംബ്രെയിൻ. അപ്പോൾ 3 പാളിയുണ്ട്. ഇനി മൂന്നാമത് അതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ വരാം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലൊക്കെ ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദി ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് ദി വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ. അപ്പോൾ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ് പൈനൽ എന്ന് പറഞ്ഞൊരു ദ്രവം നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന്, ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൽ. അപ്പോൾ അത് തലയോടിനുള്ളിലാണ് മസ്തിഷ്കം ഉള്ളത്. ഇനി അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? അത് മെനിഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ലെയർ, ഒരു പാളി കൊണ്ട് ആവരണം ചെയ്തിരിക്കുകയാണ്. 3 പാളികളുണ്ട്. അതിനുള്ളിൽ ഒരു ദ്രവമുണ്ട്. അതാണ് എന്ത്? സെറിബ്രോസ് പൈനൽ. അത് 3 ശ്രദ്ധിക്കുക. ഈ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മാച്ച് ഐറ്റംസ് ഓഫ് കോളം 1 വിത്ത് കോളം 2. കോളം 1 അനുയോജ്യമായവ കോളം 2 നിന്ന് കണ്ടെത്താനാണ്. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം. ബ്രെയിനിൻ്റെ വിവിധ പാർട്സുകളാണ്, മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. പ്രധാനമായും നമുക്ക് 5 ഭാഗങ്ങളുണ്ട്. അതിൽ 4 ഭാഗങ്ങൾ ഇവിടെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. മെഡില്ല ഒബ്ലഗേറ്റ, കോളം 1 നോക്കുക. മെഡില്ല ഒബ്ലഗേറ്റ, തലാമസ്, സെറിബെല്ലം, സെറിബ്രം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗത്തുനിന്ന് ഇത് NDSC സ്കോളർഷിപ്പ് 2019 വന്ന ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് SLC എക്സാമിനും എല്ലാം ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ മെഡില്ല ഒബ്ലഗേറ്റ ഓരോന്നായിട്ട് എടുക്കാം. നമുക്ക് കോളം 1 മെഡില്ല ഒബ്ലഗേറ്റ. മെഡില്ല ഒബ്ലഗേറ്റയുടെ ഫങ്ഷൻസ് ഇപ്പോൾ നോക്കുക. കോളം 2 റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആണോ? ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണോ അത് മെഡില്ല ഒബ്ലഗേറ്റ? അല്ല. രണ്ടാമത് B നോക്കുക. കൺട്രോൾസ് ഇൻവോളണ്ടറി, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹൃദയസ്പന്ദനം ഉണ്ടാകാം, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡില്ല ഒബ്ലഗേറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബ്രീത്തിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ട് മെഡില്ല ഒബ്ലഗേറ്റയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ തലാമസ് ആണ്. രണ്ടാമത്തേതിൻ്റെ ഓപ്ഷൻ ഏതാ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, A, കോളം 2 A നോക്കിയേ, റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. എന്താണ് ഈ തലാമസ്? തലാമസ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസിൻ്റെ പണിയാണ് നടത്തുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ പരിശോധിച്ച് അതിന് പ്രാധാന്യമുള്ളവയെ മാത്രം എങ്ങോട്ട് കടത്തിവിടും? സെറിബ്രത്തിലേക്ക് കടത്തിവിടും. അപ്പോൾ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്ന ആളാണ് ആര്? തലാമസ്. അതിൽ പ്രാധാന്യമുള്ളവയെ അവൻ കടത്തിവിടുള്ളൂ, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയാം? റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. അപ്പോൾ ഇവനാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ആവേഗങ്ങളെ പരിശോധിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. പരിശോധിച്ച് ഇതിൽ പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ രണ്ടാമത്തെ A ആണ്, ഒന്നാമത്തെ B ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയ സെറിബെല്ലം. സെറിബെല്ലം എന്താണ് ഡ്യൂട്ടി?
സെറിബെല്ലം ഇവിടെ തേർഡ് ഓപ്ഷൻ കോളം 2-ല് സി നോക്കുക, സെന്റർ ഓഫ് തോട്ട് ആൻഡ് ഇന്റലിജൻസ് അല്ല, ചിന്തയും ബുദ്ധിയുടെ പ്രധാന കേന്ദ്രം സെറിബെല്ലം അല്ല. അപ്പോൾ ഏതായിരിക്കാം? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് നമ്മുടെ മാംസപേശികളെ ചുരുക്കാനും അതിനെ വികസിപ്പിക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മുന്നോട്ട് പിന്നോട്ടൊക്കെ ചലിക്കാനുള്ള ശേഷിയൊക്കെ നൽകുന്ന ഈ കേന്ദ്രഭാഗം സെറിബെല്ലം. അപ്പോൾ മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, അത് ശ്രദ്ധിക്കണം. ആ ഒരു പോയിന്റാണ് സെറിബെല്ലം. ഇനി അടുത്ത് നോക്കിയ സെറിബ്രം. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ അതായത് സി ആണ്, കോളം 2-ല് സി ഓപ്ഷനും വെച്ചോളൂ. യാതൊരു സംശയം വേണ്ട, ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് സെറിബ്രം, ഏറ്റവും വലിയ ഭാഗമാണ്. അതിന്റെ പ്രധാന പ്രത്യേകത സെന്റർ ഓഫ് തോട്ട് ആൻഡ് ഇന്റലിജൻസ്, അതായത് ചിന്ത ബുദ്ധി എന്നിവയുടെ കേന്ദ്രം. സെന്റർ ഓഫ് തോട്ട് ആൻഡ് ഇന്റലിജൻസ്, ചിന്ത ബുദ്ധി എന്നിവയുടെ പ്രധാന കേന്ദ്രം സെറിബ്രമാണ്. അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ നൽകുന്നത് നമ്മുടെ സ്പർശനം, അതേപോലെ രുചി, ഇതെല്ലാം എല്ലാ തിരിച്ചറിവും എല്ലാം സെറിബ്രത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായ ഓപ്ഷനിലേക്ക് ഒന്ന് പോകാം. അതായത് ഇതിൻ്റെ കൃത്യമായി മെഡുല്ല ഒബ്ലഗേറ്റ എന്നുള്ളത് കൺട്രോൾസ് ഇൻവോളണ്ടറി, അനൈച്ഛിക പ്രവർത്തനങ്ങൾ ചിന്തിക്കുന്നത്. 2 അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം, ഹൃദയസ്പന്ദനം അല്ല ശ്വാസോച്ഛ്വാസം ഒക്കെ ഉള്ളതാണ്. തലാമസ് നേരത്തെ പറഞ്ഞ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. സെറിബെല്ലം എന്താണ്? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നതിന്. ശരീരത്തിന്റെ തുലനനില എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാംസപേശികൾ, നമ്മുടെ മാംസപേശികളൊക്കെ ഉണ്ട്, അതിനെ ചുരുക്കാനും വികസിപ്പിക്കാനും അതേപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും നമ്മുടെ ശരീരത്തെ മുന്നോട്ട് പിന്നോട്ടൊക്കെ ചലിപ്പിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഈ കേന്ദ്രഭാഗമാണ്. അതായത് സെറിബ്രം സെന്റർ ഓഫ് തോട്ട് ആൻഡ് ഇന്റലിജൻസ്, ഏറ്റവും പ്രധാന ഭാഗമാണ്. സെന്റർ ഓഫ് തോട്ട് ആൻഡ് ഇന്റലിജൻസ്, ചിന്ത ബുദ്ധി എന്നിവയുടെ കേന്ദ്രമാണ്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2016 NDSCയിലെ 2016 ചോദിച്ച ചോദ്യമാണ് ഇത്. ഡിക്രീസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ കോസസ്, ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്നത്. നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആ 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പാർക്കിൻസൺസ് ആണോ, മെനിഞ്ചൈറ്റിസ് ആണോ, അൾഷിമേഴ്സ് ആണോ, എപ്പിലെപ്സി ആണോ? അതായത് പാർക്കിൻസൺസ്, മെനിഞ്ചൈറ്റിസ്, അൾഷിമേഴ്സ്, അപസ്മാരം, ഇതിലേതെങ്കിലും ആണോ? അപ്പോൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പം നമുക്ക് പ്രധാനമായും 3 രോഗങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്: പാർക്കിൻസൺസും, അൾഷിമേഴ്സും, എപ്പിലെപ്സി, അപസ്മാരം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുക. അത് ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്, അതായത് നാഡീയ പ്രേഷകങ്ങൾ, ഒരു രാസവസ്തുവാണ്. നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു രാസവസ്തുവാണ് മസ്തിഷ്ക ഭാഗത്തുള്ള. അപ്പോൾ 2 പ്രധാനമായിട്ടും അസറ്റൈൽ കോളിനും ഡോപ്പമിനുമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നാഡീയ പ്രേഷകങ്ങൾ, നമ്മുടെ ഒരു രാസവസ്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ശരീരത്തിന് വിറയൽ, തുലന നില നഷ്ടപ്പെടൽ, വായിൽ നിന്ന് ഉമിനീരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഉമിനീരൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഏത് രോഗമായിരിക്കാം? സ്വാഭാവികമായിട്ടും നമുക്കിപ്പം നിങ്ങൾ ഉത്തരം പറയും പാർക്കിൻസൺസ് ആണ് ഇതിൻ്റെ പ്രധാന ഡോപ്പമിൻ്റെ ഉൽപ്പാദനം, അതായത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. അപ്പോൾ പാർക്കിൻസൺസ് മാത്രം പഠിച്ചാൽ പോരാ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വേറെ ആയിരിക്കും അടുത്ത വർഷം ചോദിക്കുക. നോക്കുക, എപ്പിലെപ്സി, അപസ്മാരത്തിന്റെ പ്രധാന പ്രശ്നം എന്താ? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിന്റെ തലച്ചോറിൽ തുടർച്ചയായും ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അപസ്മാരത്തിന് ഇങ്ങനെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ വായിൽ നിന്ന് നൊരയും പതയും വരും. പിന്നെ നമ്മൾ ഈ പല്ല് കടിച്ച് ഇങ്ങനെ പിടിക്കും. തുടർന്ന് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അബോധാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണം അതാണ്. വായിൽ നിന്ന് ഒരേ പതയും വരുന്നത്, പല്ല് കടിച്ച് പിടിക്കുന്നു, തുടർന്ന് അബോധാവസ്ഥയിലേക്ക് പോവുക. അതായത് കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദി ബ്രെയിൻ, തലച്ചോറിൽ തുടർച്ചയായും ക്രമരഹിതമായി വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നത് എപ്പിലെപ്സിയാണ്, അതായത് അപസ്മാരമാണ്. എങ്കിൽ മൂന്നാമത്തെ ഒരു രോഗമാണ് അൾഷിമേഴ്സ്. ഇതും കൃത്യമായിട്ട് പഠിക്കണം. അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ്, അതായത് നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. നമ്മുടെ നാഡീകലകളിലുണ്ട്. നാഡീകലകളിൽ ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ന്യൂറോണിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. അതായത് ന്യൂറോണുകൾ നശിച്ചു പോകും. ഈ നാഡീകലകളിൽ പ്രധാനമായിട്ടും പ്രോട്ടീൻ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ന്യൂറോണുകൾ നശിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നമുക്ക് ഓർമ്മയില്ല, നമ്മുടെ ബന്ധുക്കാരെയും സുഹൃത്തുക്കളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ ആ ഒരവസ്ഥ ആണ് പ്രധാന എന്ത് രോഗം? അൾഷിമേഴ്സ്, അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ്. നാഡികളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന മൂലം ഉണ്ടാകുന്ന അൾഷിമേഴ്സ്. അപ്പോൾ ഈ 3 രോഗങ്ങൾ ഏതെങ്കിലും രോഗം പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇത് SLC എക്സാമിനും ചോദിക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്.
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത് NTSC 2015 ചോദിച്ച ചോദ്യമാണ്. നമ്മളിപ്പം നോക്കിയത് തന്നെയാണ്. ഇത് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിന് തുലനനില എന്ന് പറയുമ്പോൾ നമ്മുടെ മാംസപേശികളെ ചുരുക്കാനും വികസിപ്പിക്കാനും ഒക്കെ ശരീരത്തെ മുന്നോട്ടും പിന്നോട്ടൊക്കെ നയിക്കുന്ന ആരാണ് ഇതിൽ? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ഏതാണ്? യാതൊരു സംശയമില്ല. നമുക്ക് ഏതായിരിക്കാം? ശരീരത്തിന് തുലനനില പാലിക്കുന്ന പ്രധാനമായ സെറിബെല്ലമാണ്. സെറിബെല്ലം നമുക്ക് ഇവിടെ ബ്രെയിൻ്റെ പാർട്സുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഏറ്റവും വലിയ ഭാഗം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഇനി രണ്ടാമത് നോക്കിയേ, ഇവിടെ തലാമസ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. ഇവനാണ് സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ കടത്തിവിടുന്നത്. ഇതെല്ലാം പരിശോധിച്ച് ചെക്ക് ചെയ്തിട്ട് ഈ വലിയ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് ഈ തലാമസാണ്. അതുപോലെ ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസിന്റെ ധർമ്മങ്ങൾ നമ്മൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലൂടെ ചെക്ക് ചെയ്തതാണ്. അത് ഇവിടെ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ സെറിബെല്ലം കണ്ടോ, രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇതാ സെറിബെല്ലം. ഇവിടെ ഇതിന് താഴെയായിട്ട് കാണുന്ന സെറിബെല്ലം രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അതേപോലെ മെഡുല്ല ഒബ്ലഗാറ്റ ഉണ്ട്. മെഡുല്ല ഒബ്ലഗാറ്റ കൃത്യമായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഇനി ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലാർജസ്റ്റ് നമ്മൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലേതെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ്, സെറിബ്രമാണ്. അതേപോലെ അടുത്ത ചോദ്യം നോക്കുക, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണെന്നാണ്. രണ്ടാമത്തെ ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലാണ്. അത് നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് പാർട്ട് ദാറ്റ് പ്രൊവൈഡ് അവയർനെസ് ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റേഴ്സ്, ടച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം എന്നിവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇന്റലിജൻസും തോട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടായിരുന്നു. ഏതായിരുന്നു? സെറിബ്രം. അപ്പോൾ ഈ കാഴ്ച, ഇന്ദ്രിയ അനുഭവങ്ങൾ കൈമാറുന്നത് സെറിബ്രം അല്ലേ. അപ്പോൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം എന്നിവയെക്കുറിച്ചുള്ള അനുഭവം ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രമാണ്. യാതൊരു സംശയമില്ല. അടുത്ത നോക്കുക, പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഇവിടെ നോക്കുക, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് താപനിലയുണ്ടല്ലോ, താപനില, രക്തസംവഹന പ്രക്രിയ, നമ്മുടെ ശരീരത്തിൽ ജലമുണ്ട്, ജലസംതുലനം എന്നിവയുടെയൊക്കെ ധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. താപനിലയും രക്തസംവഹന പ്രക്രിയയൊക്കെ ഇത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ താപനില, രക്തസംവഹന പ്രക്രിയ, ഇതൊക്കെ ജലസംതുലനം ഇവയുടെയൊക്കെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. ഇപ്പോൾ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം യാതൊരു സംശയമില്ല ഹൈപ്പോതലാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ എ റോഡ് ആക്സിഡന്റ് a person lost his memory for a few days. In which part of his brain got injured? അതായത് റോഡ് ആക്സിഡന്റിനെ തുടർന്ന് ഒരാളുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാളുടെ ഏത് മസ്തിഷ്ക ഭാഗത്തിനായിരിക്കും പരിക്ക് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ചിന്തയും ബുദ്ധിയും ഓർമ്മകളും എല്ലാം ഏതുമായി ബന്ധപ്പെട്ടാണ്? മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ട് ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രമാണ് അവിടെ, സെറിബ്രത്തിനാണ് അതിന് ഇഞ്ചുറി നേരിടുന്നത് സെറിബ്രത്തിനാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓരോ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുത്തിരിക്കണം. അടുത്ത ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ നോക്കുക, ഇന്റലിജൻസ്, ഹിയറിംഗ്, ബ്രീത്തിങ്, ഇമാജിനേഷൻ. അതായത് ബുദ്ധി, കേൾവി, ശ്വാസോച്ഛ്വാസം, ഭാവന. ഇന്റലിജൻസ്, ഹിയറിംഗ്, ബ്രീത്തിങ്, ഇമാജിനേഷൻ. ഇതിൽ നമുക്കറിയാം ഇന്റലിജൻസും ഹിയറിങ്ങും ഇമാജിനേഷനും ഇത് മൂന്നും എന്താണ് പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ്. എന്നാൽ ബ്രീത്തിങ് ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? മെഡുല്ല ഒബ്ലഗാറ്റ ആണ്. ശ്രദ്ധിക്കുക, മെഡുല്ല ഒബ്ലഗാറ്റ ആണ് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി 3 എണ്ണം കൺട്രോൾ ചെയ്യുന്ന ഓൾ അതേഴ്സ് ആർ കൺട്രോൾഡ് ബൈ സെറിബ്രം. ഏതൊക്കെ? ഇന്റലിജൻസ്, ഹിയറിംഗ്, ഇമാജിനേഷൻ കൺട്രോൾഡ് ബൈ സെറിബ്രം ആൻഡ് ബ്രീത്തിങ് കൺട്രോൾഡ് ബൈ മെഡുല്ല ഒബ്ലഗാറ്റ. അപ്പോൾ അതാണ് ഫൈൻഡ് ദ ഓഡ് വൺ, ഒറ്റപ്പെട്ടത് കണ്ടത്. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഒറ്റപ്പെട്ട കണ്ടെത്തൽ തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ആക്സോൺ, അസറ്റൈൽ കോളിൻ. ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ആക്സോൺ,
ആക്സോൺ അസറ്റൈൽ കോളിൻ. ഇതിൽ നമുക്ക് ഇത് കണ്ടപാടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം നമ്മൾ ഇത് നാഡീകോശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നാഡീകോശങ്ങളുടെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ്, അതായത് ന്യൂറോണുമായി ബന്ധപ്പെട്ട പാർട്സ് ആണ്. ന്യൂറോണിന്റെ പാർട്സ് ആണ് ഇതിനകത്ത് ആദ്യത്തെ 3 എണ്ണം, അതായത് ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ആക്സോൺ. അപ്പോൾ ആ 3 എണ്ണം സ്വാഭാവികമായിട്ടും ന്യൂറോണിന്റെ നാഡീകോശങ്ങളുടെ ഭാഗമാകുമ്പോൾ അസറ്റൈൽ കോളിൻ എന്താണ്? അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് അസറ്റൈൽ കോളിനും ഡോപ്പമിനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതൊരു രാസവസ്തുവാണ്. അത് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടും. നാഡീയ പ്രേഷകങ്ങൾ അസറ്റൈൽ കോളിനും ഡോപ്പമിനും. അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് അസറ്റൈൽ കോളിനാണ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാഡീകോശങ്ങളെ കുറിച്ച് ഒരു ചോദ്യം വരാറുണ്ട്. ഇത് NDSC 2014 ചോദിച്ചു. അപ്പോൾ പ്രധാനമായും ബ്രെയിനിനെ കുറിച്ചും അതുപോലെ നാഡീകോശങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ ചോദ്യം വരിക. അപ്പോൾ നാഡീകോശങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നാഡീകോശങ്ങളെക്കുറിച്ച് കൂടുതലായി ഇതിനകത്ത് നമ്മൾ ഒന്നും പറയുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം ഇതിനകത്ത് നാഡീകോശങ്ങളുടെ പാർട്ട് ഒന്ന് നോക്കുക. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, അതേപോലെ ഷാൻ കോശങ്ങൾ, അതേപോലെ ആക്സോണ്, അതേപോലെ ആക്സോണൈറ്റ്, അതേപോലെ സിനാപ്റ്റിക് നോബ്. അതാണ്ട് 6 പാർട്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ഷാൻ കോശങ്ങൾ, ആക്സോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഈ 6 പാർട്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ചോദ്യങ്ങൾ വരും. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം. നമുക്കറിയാം നാഡീകോശങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം എന്ന് പറയപ്പെടുന്നത് സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബാണ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം എന്നറിയപ്പെടുന്നത്. അടുത്ത നോക്കുക, ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അതായത് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ഏതാണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ഡെൻഡ്രോൺ ആണ്. ഇനി ലോങ്ങസ്റ്റ്, ഷോർട്ട് പറയുമ്പോൾ ലോങ്ങസ്റ്റ് വേണം. ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി അത് ആക്സോൺ ആണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു എന്ന് പറയുന്നത് ആക്സോൺ ആണ്. അതേപോലെ അടുത്തത് എൻസർക്കിൾസ് ദി ആക്സോൺ. എൻസർക്കിൾസ് ദി ആക്സോൺ എന്ന് പറഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നത് എന്താണ്? ആക്സോണിനെ വലയം ചെയ്തത് എന്താണ്? അത് ശ്വാൻ കോശങ്ങളാണ്, അതേപോലെ ശ്വാൻ സെല്ലാണ്. ശ്വാൻ സെല്ല് ആണ് ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്നത്. എൻസർക്കിൾസ് ദി ആക്സോൺ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രധാനമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ സ്പൈനൽ കോഡ്. സുഷുമനയെ കുറിച്ചാണ് ഇതിനകത്ത് അടുത്ത പ്രധാനമായും. നമ്മൾ ആദ്യം ബ്രെയിനെ കുറിച്ച് കണ്ടു, അത് കഴിഞ്ഞ് നാഡീകോശങ്ങളെ ന്യൂറോൺസിനെ കുറിച്ച് കാണുന്നു, പിന്നെ സുഷുമന. ഇൻ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വരാം. ഇവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് ഇതിലെ ശരിയായത് ഏതാണെന്നാണ് പ്രധാനമായിട്ട്. ഇവിടെ 4 ഓപ്ഷൻ നോക്കുക. വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇൻസൈഡ്. അതായത് ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും. വൈറ്റ് മാറ്റർ ഓൺ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. അതായത് ബാഹ്യഭാഗത്ത് ആന്തരഭാഗത്തും വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ ഓൺ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. ബാഹ്യഭാഗത്ത് ആന്തരഭാഗത്തും ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്റർ ഇൻസൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഔട്ട്സൈഡ്. അതായത് ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്ററും ആന്തരഭാഗത്ത് വൈറ്റ് മാറ്ററും. ഇതിന് ശരിയായത് ഏതാണ്? സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്ററിൻ്റെയും ഗ്രേ മാറ്ററിൻ്റെയും പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നമുക്ക് ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം. വൈറ്റ് മാറ്റർ സ്പൈനൽ കോഡിൽ എവിടെയാണ്? വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ്. ശ്രദ്ധിക്കുക, വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇൻസൈഡ്. ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണ്. കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നോക്കുക, ഗ്രേ മാറ്റർ ഇതാ ഉള്ളിലാണ്, ഗ്രേ മാറ്റർ ആന്തരഭാഗത്താണ്. അതേപോലെ വൈറ്റ് മാറ്റർ ഇവിടെയാണ്, പുറത്താണ്. വൈറ്റ് മാറ്റർ പുറത്താണ്. അപ്പോൾ നമുക്ക് വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇൻസൈഡ് കൃത്യമായിട്ട് നമുക്ക് ഈ ചിത്രത്തിലൂടെ തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യം നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 15. സെലക്ട് ദി കറക്റ്റ് പേഴ്സ്. ശരിയായ ജോഡികൾ ഏത് എന്നുള്ളതാണ്. ശരിയായ ജോഡികൾ ഇവിടെ 4 ജോഡികൾ നൽകിയിട്ടുണ്ട്. 4 ജോഡികൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമ്മുടെ ന്യൂറോൺസുമായി ബന്ധപ്പെട്ടാണ്, ന്യൂറോൺസിന്റെ പാർട്സുമായി ബന്ധപ്പെട്ടാണ്. ആക്സോണൈറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ആക്സോണൈറ്റ് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ശ്വാൻ സെല്ല് എൻസർക്കിൾസ് ദി ആക്സൺ. ശ്വാൻ കോശം എന്ന് പറയുന്നത് ആക്സോണിനെ വലയം ചെയ്യുന്നു. ഇനി ആക്സോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ആക്സോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നു. അടുത്ത സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. അതായത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. അടുത്ത ഈ 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ എന്നുള്ളതാണ്. ശരിയായിട്ടുള്ളത് കൃത്യമായി നമുക്കറിയാം. ആദ്യത്തെ നോക്കാം. സീക്രറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആക്സോണൈറ്റ് ആണോ? ന്യൂറോ ട്രാൻസ്മിറ്റർ അതായത് നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു എന്നുള്ളത് ഒഴുക്കുന്നത് ആരാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും അസറ്റൈൽ കോളിനും പിന്നെ ഡോപ്പമിനുമാണ്. ഇതിനെ ഒഴുക്കുന്നത് ആരാണ്? അത് സിനാപ്റ്റിക് നോബാണ് പ്രധാന അതിൻ്റെ ധർമ്മം.
ആക്സോണൈറ്റ് അല്ല. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ നമുക്ക് ഷ്വാൻസെല്ല് എൻസർക്കിൾസ് ദി ആക്സൺ, അതായത് ആക്സോണിനെ വലയം ചെയ്യുന്നു, അത് ശരിയായതാണ്, അത് ഷ്വാൻസെല്ലാണ്. അടുത്ത മൂന്നാമത്തെ നോക്കുക, ആക്സോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ്, അതായത് കോശ ശരീരത്തിൽ നിന്ന് ആവയവങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നത് ആരാണ്? അത് ആക്സോൺ ആണ്, അതിന് സംശയമില്ല, അത് ശരിയായത്. ഇനി നാലാമത്തെ സിനാപ്റ്റിക് നോബ് പറയുന്നത് ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്, അത് തെറ്റാണ്. അതായത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്ന ആരുടെ ധർമ്മമാണ്? ആക്സോണൈറ്റിന്റെ ധർമ്മമാണ്, ആക്സോണൈറ്റ് ആണ്. അതായത് ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണൈറ്റ് ആണ്. ഇത് ഇവിടെ നാലാമത്തത് ഏതാണ്? ആക്സോണൈറ്റ് ആണ്. അതേപോലെ ഒന്നാമത്തെ സീക്രറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആരാണ്? അത് സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള തെറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ന്യൂറോൺസിലെ പാർട്സുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. സെലക്ട് ദി ആൻസർ ഫോർ ദി സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ബോക്സ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ ബന്ധപ്പെട്ട ഉത്തരം ബോക്സിൽ നിന്ന് കണ്ടെത്തണം. ബോക്സിൽ പ്രധാനമായിട്ടും തലാമസ് നൽകിയിട്ടുണ്ട്, സിനാപ്റ്റിക് നോബ് തന്നിട്ടുണ്ട്, മെഡുല്ല ഒബ്ലഗേറ്റ തന്നിട്ടുണ്ട്, സ്പൈനൽ കോഡ് തന്നിട്ടുണ്ട്, ഡെൻഡ്രൈറ്റ് തന്നിട്ടുണ്ട്. തലാമസ്, സിനാപ്റ്റിക് നോബ്, മെഡുല്ല ഒബ്ലഗേറ്റ, സ്പൈനൽ കോഡ്, ഡെൻഡ്രൈറ്റ്. ഇതിൽ ഇവിടെ താഴെ കുറച്ച് ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കോർഡിനേറ്റ്സ് ദി റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് റണ്ണിങ്, അതായത് കോർഡിനേറ്റ്സ് ദി റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്, നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ആരാണ്? നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ആരാണ്? അടുത്ത രണ്ടാമത്തെ ചോദ്യം, കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹേർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. ഇത് നമ്മൾ കുറേ കണ്ടതാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ്? നമുക്ക് ബ്രെയിൻ്റെ പാർട്ടാണ്, പ്രധാന പാർട്ടാണ്. ഇനി അടുത്തത് നോക്കാം, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ശാഖകൾക്ക് എന്താണ് പറയുന്നത്? ഡെൻഡ്രോണിന്റെ ശാഖകൾ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം, കോർഡിനേറ്റ്സ് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്, അതായത് നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ആരാണ്? സ്പൈനൽ കോഡ്. ഒന്നാമത്തേതിന്റെ കോർഡിനേറ്റ്സ് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് വാക്കിംഗ് റണ്ണിങ്, നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനം ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന സ്പൈനൽ കോഡാണ്, സുഷുമന. അടുത്ത കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹേർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്, ഇത് ഏതാണ്? മെഡുല്ല ഒബ്ലഗേറ്റ ആണ് ഇൻവോളണ്ടറി അനൈച്ഛിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം. ഇനി ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. അപ്പോൾ ഈ 3 നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അടുത്തത്, ദ ബ്രെയിൻ കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഫോംഡ് ഫ്രം ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്, ഐഡന്റിഫൈ ദി ഫ്ലൂയിഡ്. അതായത് മസ്തിഷ്കത്തിൽ അടങ്ങിയിരിക്കുന്ന രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ദ്രവമുണ്ട്, ഇത് തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ ദ്രവത്തെ തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. ദ ബ്രെയിൻ കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഫോംഡ് ഫ്രം ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്, ഐഡന്റിഫൈ ദി ഫ്ലൂയിഡ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫ്ലൂയിഡ് ഏതാണെന്ന് പ്രധാനമായിട്ട് നമ്മൾ മെനിഞ്ചൈറ്റിസുമായി കണ്ടതാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. മെനിഞ്ചസുമായി കണ്ടതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ തലയോട്ടിയിൽ നമുക്ക് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമുക്ക് കാണാവുന്നതാണ്, സെറിബ്രോ സ്പൈനൽ. അതേപോലെ സ്പൈനൽ കോഡുമായിട്ട് സുഷുമ്നയുമായി ബന്ധപ്പെട്ടും ഇതിൽ കാണാവുന്നതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. The number of spinal nerves in man is, മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 pairs, 31 ജോഡികളാണ്, 31. അപ്പോൾ സ്പൈനൽ നെർവ്സ് ചോദിക്കുമ്പോൾ ക്രാനിയൽ നെർവ്സ് ചോദിക്കും. ദ നമ്പർ ഓഫ് ക്രാനിയൽ നെർവ്സ് ഇൻ മാൻ ഈസ്, മനുഷ്യനിലെ ശിരോനാഡികളുടെ എണ്ണം 12 pairs, അതായത് 12 ജോഡികളാണ്. ഏതാണ്ട് ഈ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളെയും NDSC സാറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളെയും ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഓരോ നോട്ടുകളും ഓരോ ചോദ്യങ്ങളും കൃത്യമായി എഴുതി നിങ്ങൾ പഠിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ കൃത്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക.